ഗോ കാർട്ട് ഫീൽ തരുന്ന ഒരു വെഹിക്കിൾ തന്നെയാണ് ഇത്. ഡിസൈൻ എൻറ്റയർലി ന്യൂ ആണ്, മോഡേൺ ആണ് എന്ന് തന്നെ പറയണം. പഡിൽ ലാംപ്സ് വരുന്നുണ്ട്, ഫ്രെയിംലെസ് ഡോർസ് ആസ് യൂഷ്വൽ. പനാറമിക് സൺറൂഫിന് പകരം 2 സ്പ്ലിറ്റ് ആയിട്ടുള്ള സൺറൂഫ്സ് ആണ് വരുന്നത്. കംപ്ലീറ്റ് ആയിട്ട് ലെതർ ഫ്രീ ആയിട്ടുള്ള ഒരു ക്യാബിനാണ്, റീസൈക്കിൾഡ് ആയിട്ടുള്ള മെറ്റീരിയൽസ് ഉപയോഗിച്ചിട്ടാണ് എല്ലാം ഉണ്ടാക്കിയിട്ടുള്ളത്. ഈവൻ ഡാഷ്ബോർഡ് വലിയൊരു അട്രാക്ഷൻ ഈ ഒരു റൗണ്ട് സ്ക്രീൻ ആണ്. എല്ലാ ഓപ്ഷൻസും വരുന്നുണ്ട് ഇതിൽ. അതുപോലെ തന്നെ സ്വിച്ചസ് നോക്കിക്കഴിഞ്ഞാൽ ടോഗിൾ സ്വിച്ചസ്, ഇങ്ങനെയാണ് എഞ്ചിൻ സ്റ്റാർട്ട് സ്വിച്ച് വരുന്നത്, ഇങ്ങനെയാണ് ഡ്രൈവ് സെലക്ടർ വരുന്നത്, പാർക്കിംഗ് ബ്രേക്ക്, അതുപോലെ തന്നെ എക്സ്പീരിയൻസസ്, അതായത് ഡ്രൈവ് മോഡ്സ് ഇവിടെയാണ് സെലക്ട് ചെയ്യുക. ഗോ കാർട്ട് ഫീൽ കിട്ടാൻ വേണ്ടിയിട്ട് ഇലക്ട്രിക് സീറ്റ്സോ കാര്യങ്ങളൊന്നും വരുന്നില്ല കേട്ടോ. ക്യാമറ വരുന്നുണ്ട്, മിനി കൂപ്പറിന്റെ അകത്ത് നമുക്ക് ഫോട്ടോസ് കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റും, മാപ്പിൽ തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റും. സോ ഭയങ്കര ചങ്കി ആയിട്ട് ഫീൽ ചെയ്യുന്ന ഒരു സ്റ്റിയറിംഗ് വീലാണ്, ഭയങ്കര മോഡേൺ ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ വരുന്നില്ല, എല്ലാ ഡീറ്റെയിൽസും നമുക്ക് സ്ക്രീനിൽ തന്നെയാണ് കാണുന്നത്. അതാണ് വലിയൊരു സ്പെഷ്യാലിറ്റി. ഹർമൻ കാർഡിന്റെ മ്യൂസിക് സിസ്റ്റം ആണ് വരുന്നത്. അതുപോലെ തന്നെ ഹെഡ് അപ്പ് ഡിസ്പ്ലേയും വരുന്നുണ്ട്. ഇനി ആക്ച്വലി മിനി അല്ല കേട്ടോ, ബാക്ക് സീറ്റിലാണ് ഞാൻ ഇരിക്കുന്നത്. എന്നിട്ട് പോലും കണ്ടില്ലേ, ഷോർട്ട് ഡ്രൈവ്സിനൊക്കെ പ്രിറ്റി മച്ച് മാനേജബിൾ ആണ് ആക്ച്വലി.